മുത്ത് റസൂൽ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനെ പടച്ചത് വളഞ്ഞ വാരിയല്ല് കൊണ്ടാണ്. അതുകൊണ്ട് എത്ര സ്വാലിഹത്താണെങ്കിലും ആ ഒരു വളവ് പെണ്ണിൽ കാണും. ഇത് പുരുഷൻ ഉൾക്കൊള്ളണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 100% എല്ലാ അർത്ഥത്തിലും സമ്പൂർണതയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് ഒരുത്തന്റെ നിർബന്ധമെങ്കിൽ ഏറ്റവും നല്ലത് അവൻ ആദ്യം പെണ്ണെട്ടാൻ നിൽക്കണ്ട. അവൻ പെണ്ണെട്ടാൻ നിൽക്കാത്തതാണ് നല്ലത്. ചില പോരായ്മകൾ, ചില ന്യൂനതകൾ, ചില കുറവുകൾ പലർക്കും പലതരത്തിലുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഒരു ഹദീസ് ശ്രദ്ധിക്കുക. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് അല്പാൽപമായി ഖൈറായ ഉപദേശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. സമയവും സന്ദർഭവും നോക്കി നല്ല നല്ല നസീഹത്തുകൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഫൈനൽ മർഅത ഖുലിഖ്നാ മിൻ ളിലഇൻ, പെണ്ണിനെ പടക്കപ്പെട്ടത് വാരിയല്ല് കൊണ്ടാണ്. അതിലും ചില പാഠങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. പെണ്ണിനെ പടക്കപ്പെട്ടത് വാരിയല്ല് കൊണ്ടാണ്. വാരിയല്ലിലെ ഏറ്റവും കൂടുതൽ വളവുള്ളത് ഏറ്റവും മുകളിലെ വാരിയല്ലിനാണ്. വാരിയല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളവുള്ളത് ഏറ്റവും മുകളിലുള്ള വാരിയല്ലിനാണ്. എന്നാൽ പുരുഷന്റെ ഇടതുഭാഗത്തുള്ള ഏറ്റവും മുകളിലുള്ള ഏറ്റവും കൂടുതൽ വളഞ്ഞ വാരിയല്ല് കൊണ്ടാണ് പെണ്ണിനെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഹബീബ് പറയുന്നത് ഇങ്ങനെയാണ്, ഫഇൻ ദഹബത അൻ തുഖീമഹു കസർതഹു, ഒരൊറ്റയടിക്ക് ആ വളവങ്ങ് നിർത്തണമെന്ന് നീ വിചാരിച്ചാൽ ഫലം അത് പൊട്ടലായിരിക്കും. പൊട്ടലല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, ബന്ധങ്ങളില്ലാതെയാവലല്ലോ നമ്മളുടെ താല്പര്യം. അതുകൊണ്ട് ഒറ്റയടിക്കത് നിവർത്താമെന്ന് വിചാരിച്ചാൽ അത് പൊട്ടിപ്പോകും. എന്നാൽ ഏതായാലും വളഞ്ഞ വാരിയല്ലുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണാണല്ലോ, അതുകൊണ്ട് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് നീ പറ്റ മാന്യമായ ഉപദേശം ഉപേക്ഷിച്ചാലോ? എന്നാലും അതിങ്ങനെ വളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സമയവും സന്ദർഭവും പരിഗണിച്ച് അവൾക്ക് നൽകേണ്ട മാന്യത നൽകി അവളുടെ ഗുണത്തിനാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അല്പാൽപമായി നസീഹത്ത് നൽകണമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവെ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, ഉപദേശങ്ങൾ അങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അത്ര ഇഷ്ടപ്പെടൂല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഉപദേശം കേൾക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു സന്തോഷം ഉണ്ടാവുന്ന സംഗതിയല്ല. അപ്പോൾ പരമാവധി അതവരുടെ ഗുണത്തിനാണെന്ന് ബോധ്യപ്പെടുത്തി ആ നിലയിൽ സമയവും സന്ദർഭവും പരിഗണിച്ച് ചെയ്യണം. അവളെ പടക്കപ്പെട്ടത് വാരിയല്ല് കൊണ്ടാണ് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലദീ ഖലഖകും, ആ റബ്ബല്ലയോ നിങ്ങളെ പടച്ചത്, മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ആണാണെങ്കിലും
പെണ്ണാണെങ്കിലും എല്ലാവരെയും പടച്ചിട്ടുള്ളത് ഒരൊറ്റ നഫ്സിൽ നിന്നാണ്. ആ നഫ്സിൽ നിന്നാണ് അവന്റെ ഇണയെ നാം പടച്ചിട്ടുള്ളത്. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവരും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ്. ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖ ആദമ അലൈഹിസ്സലാം, ഇലാഹായ റബ്ബ് ആദം നബിയെ പടക്കുകയും അങ്ങനെ അൽഖാ അലൈഹിന്നൗം, ആദം നബിയെ അല്ലാഹു ഉറക്കുകയും ചെയ്തു. സുമ്മ ഖലഖ ഹവ്വാ, പിന്നെ ഹവ്വാ ബീവിയെ പടച്ചു. മിൻ ളിലഇൻ മിൻ അളലാഇഹിൽ യുസ്റാ, ആദം നബിയുടെ ഇടതുഭാഗത്തുള്ള വാരിയെല്ലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മുകളിലുള്ള വളഞ്ഞ വാരിയെല്ല് ഊരിയെടുത്ത് അതുകൊണ്ട് ഹവ്വാ ബീവിയെ പടച്ചു. ആദം നബി ഉണർന്നപ്പോൾ ആദം നബി അതാ തന്റെ മുന്നിൽ തന്റെ ഇണയെ കാണുന്നു. ഉടനെ മാലയിലേഹ, ആദം നബി ആ സഹോദരിയിലേക്ക് അവളിലേക്ക് ചായുകയാണ്. അവളോട് വല്ലാത്ത ഒരു താല്പര്യം, ഇഷ്ടം ആദം നബിക്ക് തോന്നി. എന്തേ കാര്യമെന്നറിയോ? ലിഅന്നഹാ കാനത മഖ്ലൂഖത്തും മിൻ അജ്സാഇഹി, കാരണം ഹവ്വാ ബീവി ആദം നബിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഏതൊരു പെണ്ണും ചിന്തിക്കണം, ഏതൊരു ആണും ചിന്തിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ അവർ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. എത്ര വലിയ ഒരു പാഠാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഉറങ്ങരുത്, ഈ പറയുന്ന ശ്രദ്ധിക്കുക. ഈ ഒരു ബന്ധത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കി. അല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഉറങ്ങാണോ, ഉറക്കിലാണോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് മണ്ണ് കൊണ്ടാണ്. എന്നാ പിന്നെ ഹവ്വാ ബീവിയെയും അള്ളാഹുവിന് മണ്ണ് കൊണ്ട് പടക്കാമായിരുന്നില്ലേ? ഹവ്വാ ബീവിയെ അള്ളാഹു പടച്ചത് മണ്ണ് കൊണ്ടാണോ? അല്ലല്ലോ. എന്തേ അള്ളാഹുവിന് അന്ന് മണ്ണ് കിട്ടാൻ വല്ല പ്രയാസം ഉണ്ടായിരുന്നോ? മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നോ ഹവ്വാ ബീവിയെ അള്ളാഹു തആല വാരിയെല്ല് കൊണ്ട് പടച്ചത്? അല്ലല്ലോ. പിന്നെ എന്തിനാണിത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച അള്ളാഹു ആദം നബിയുടെ പ്രധാനപ്പെട്ട എല്ലുകളിൽപ്പെട്ട ഒരു എല്ല് ഊരിയെടുത്ത് ഹവ്വാ ബീവിയെ പടച്ചെങ്കിൽ എന്താണത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? അത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ. ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, പെണ്ണിന്റെ മഹത്വം പുരുഷന്മാരെ നിങ്ങൾ ഉൾക്കൊള്ളണം. പെണ്ണിന്റെ പദവി സഹോദര ഭർത്താവേ നീ ഉൾക്കൊള്ളണം. ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, ഈ പെണ്ണെന്ന് പറയുന്നത് സഹോദര നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു ചിന്താഗതിയോടുകൂടെ വേണം അവരെ നമ്മൾ സമീപിക്കാൻ, അവരോട് നമ്മൾ പെരുമാറാൻ. നമ്മളുടെ ഒരവയവത്തിന് വല്ല കേടുപാടുകളും വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമോ? അഥവാ വല്ല കേടുപാടുകളും വന്നാൽ അത് സുഖപ്പെടണം, അതിൻ്റെ പ്രശ്നങ്ങൾ തീരണമെന്ന് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കും, അതേ നിലയിലാവണം ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ നിലപാട്. ഇത് ഭാര്യയും ചിന്തിക്കണം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന ആ ഒരു ചിന്താഗതി ഭാര്യക്കുണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അതൊക്കെ ആ നിലയിൽ കാണാറുണ്ട്? ഇത് അള്ളാഹുവിൻ്റെ ഖുർആന്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്. നേരാമണ്ണം നിസ്കരിക്കുകയും പരിധിക്കപ്പുറം ദിക്ർ ചൊല്ലുകയും ധാരാളമായി ഖുർആൻ ഓതുകയും തഹജ്ജുദടക്കം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ചില ഭാര്യമാരെങ്കിലും ഭർത്താവിനോടുള്ള സമീപനത്തിൽ മോശപ്പെട്ട രീതികൾ സ്വീകരിക്കാറുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം അവർക്ക് കിട്ടൂല. ഭർത്താവ് എല്ലാ കാര്യത്തിലും ഉഷാറാൻ, എല്ലാരോടും നല്ല സമീപനമാണ്, അവനാന്റെ ഭാര്യയോട് വളരെ മോശപ്പെട്ട നിലയിൽ പെരുമാറുന്നു, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നു എങ്കിൽ മറ്റെന്തുകൊണ്ട് നിനക്ക് പരിഗണന കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചാലും നിന്റെ ഭാര്യയെ, കാരണം അങ്ങനത്തെ പെണ്ണുങ്ങൾ അപൂർവമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മസലുൽ മർഅത്തി സ്വാലിഹത്തി ഫിന്നിസാ കമസലിൽ ഗുറാബിൽ അഴ്സമി ബൈന മിഅത്തി ഗുറാബ്.
മസലുൽ മർഅത്തി സ്വാലിഹ, സമ്പൂർണ്ണ ഗുണമൊത്ത പെണ്ണിന്റെ ഉദാഹരണം. എല്ലാത്തിലും അങ്ങനെയുള്ള പെണ്ണിന്റെ ഉദാഹരണം ഫിന്നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ 100% ഗുണമൊത്ത പെണ്ണ് കമസലിൽ ഖുറാബിൽ അസ്മി ബൈന മിഅതി ഖുറാബ്, 100 കണക്കിന് കാക്കകളുടെ കൂട്ടത്തിൽ അടിഭാഗം വെളുത്ത കാക്കകൾ എത്രത്തോളം കുറവാണോ അത്രയും കുറവാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിഭാഗം വെളുത്ത കാക്കകളെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, അത്യപൂർവാണ്. ഇതുപോലെയാണ് എല്ലാ ഗുണവുമൊത്ത പെണ്ണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ എല്ലാ ഗുണവുമൊത്ത പെണ്ണ് ഈ നിലയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വിള്ളലില്ലാതിരിക്കണമെങ്കിൽ പരമാവധി ഇത് നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ആലോചിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വിവാഹമൊക്കെ ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവിടെ അവർക്ക് അനുഭവപ്പെടും. സംഗതി ഒരു പ്രയാസം ഇല്ലെങ്കിലും അങ്ങനെ ഒരുപാട് തോന്നലുകളാണ് പലപ്പോഴും പല സഹോദരിമാർക്കും. സ്വന്തം വീടിൻ്റെ നിലയും വിലയും, സ്വന്തം വീട് ദുനിയാവിലെ ഒരു സ്വർഗവുമാണെന്ന് പലപ്പോഴും സഹോദരിമാർക്ക് ബോധ്യപ്പെടാറ് അവരുടെ വിവാഹം കഴിഞ്ഞാലാണ്. സംഗതി ഒന്നുമില്ല, എല്ലാ നിലക്കും ഭർത്ത വീട്ടിൽ റാഹത്ത് തന്നെയാണ്. എന്നാലും അവനാൻ്റെ ഉമ്മാൻ്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തും സ്വന്തം വീട്ടിലും എത്തുമ്പോൾ ഉള്ള ഒരു സമാധാനം, ഉള്ള ഒരു റാഹത്ത്, ഉള്ള ഒരു സന്തോഷം പലപ്പോഴും 90% ഭർത്ത വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും, അത് കൊട്ടാര സമാനമായ വീടാണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വിഷയം സ്വാഭാവികമായും ഉണ്ടല്ലോ. അപ്പോൾ ആ വീട്ടിൽ അവർക്ക് സമാധാനം കിട്ടുന്ന തലത്തിലാവണം പെരുമാറ്റങ്ങൾ. എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കാൻ തയ്യാറാവണം. അതിനും റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ കൂലിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബന്ധം പരമാവധി രൂഢമൂലമാവണം. നാട്ടിൽ ഒരു ത്വലാഖ് നടക്കുന്നതാണ് ഹലാലായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നതൊക്കെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അതിനും കൂലിയല്ലേ. ഒരാൾ ഒരു നിക്കാഹ് ചെയ്തു, വിവാഹം കഴിഞ്ഞു, ഭാര്യയിൽ ചില ദുസ്വഭാവങ്ങളൊക്കെ കണ്ടു, ചെറിയ കാര്യത്തിന് വാശി പിടിക്കുക, ചെറിയ കാര്യത്തിന് മിണ്ടാതിരിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തർക്കുത്തരം പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില ദുസ്വഭാവങ്ങൾ അവളിൽ കാണുന്നു. സ്വാഭാവികമായും ആരും അതിഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? സാരല്ല, അള്ളാഹ്ക്ക് വേണ്ടി അത് ക്ഷമിച്ചു. ആ ക്ഷമക്കുള്ള കൂലി എത്ര? 18 കൊല്ലം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പരീക്ഷണത്തിന് ക്ഷമിച്ചതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണോ സഹോദരാ, ആ പ്രതിഫലമാണ് ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ച ഭർത്താവിന് ജല്ല ജലാലായ അള്ളാഹു നൽകുന്നതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു കൂലി നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദുസ്വഭാവം അവരിൽ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ അതിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കാൻ നമുക്ക് കഴിയൂ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, മൻ സബറ അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി, ഒരാൾ തന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അഅ്താഹുല്ലാഹു മിനൽ അജ്രി മിസ്ല മാ അഅ്താ അയ്യൂബ അലാ ബലാഇഹി. ശ്രദ്ധിക്കണം, മൻ സബറ, ഒരാൾ ക്ഷമിച്ചു അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി, തന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ചാൽ അഅ്താഹുല്ലാഹു മിനൽ അജ്രി, അതിനല്ലാഹു അയാൾക്ക് നൽകുന്ന കൂലി മിസ്ല മാ അഅ്താ അയ്യൂബ അലാ ബലാഇഹി, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
നീണ്ട 18 വർഷത്തോളം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിനെല്ലാം ക്ഷമിച്ചതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണോ ആ പ്രതിഫലമാണ് ഈ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യം വെറും നിസ്കാരം, നോമ്പും ദിക്റുകളും മാത്രമാണെന്ന് ധരിക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇടപഴകലിൽ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബന്ധത്തിന് വില കൽപ്പിച്ച് ഒരു ബന്ധത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് ആ ഒരു പദവി പവിത്രത മനസ്സിലാക്കി നമ്മൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് തരും.